ഒരു ചെറിയ പ്രത്യേകതരം കഥ പറയാം. ഇതൊരു കഥ മാത്രമല്ല, ഒരു ചതിയുടെ ചിന്തിപ്പിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്നൊരു സത്യമായ കഥയാണ്. അതിനെ ഒരു ചെറിയ കഥ പോലെ പറയാമെന്നതാണ് ശരി. ലോകത്ത് സമാധാനമുണ്ടാകുമോ? 1. ദജ്ജാലുള്ളപ്പോൾ ഇമാം മെഹദിയെ എങ്ങനെ ഞങ്ങൾക്ക് തിരിച്ചറിയാം? 2. ദജ്ജാലും യഹജൂജ് മഹജൂജ് ഉള്ളപ്പോൾ എങ്ങനെ ഇസ്ലാമിന് വിജയമുണ്ടാകുക? 3. ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് പൂർണ്ണമായ ഏകദൈവാരാധന അഥവാ തൗഹീദ് പഠിപ്പിച്ചുകൊടുത്തുവോ? 4. അവർ അത് പഠിച്ചുവോ? അവർ അത് പ്രാവർത്തികമാകുന്നുണ്ടോ? 5. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെയാണോ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്? 6. മുഹമ്മദ് ബിൻ അബ്ദുല്ല സൗദി ജീവിച്ചിരിപ്പുണ്ടോ അതോ കൊല്ലപ്പെട്ടുവോ? 7. മുഹമ്മദ് ബിൻ അബ്ദുല്ലയെ സഹായിക്കുവാൻ സൗദി അറേബ്യ എന്തെങ്കിലും ചെയ്യുമോ? 8. ഞങ്ങളോട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഓർമ്മ വരുന്നു. അവസാന നാളിൽ ഖുർആൻ ഹൃദയത്തിലുണ്ടാകില്ല എന്നും മുസ്ലിം നാമധാരികൾ കൂടുതലുണ്ടാകുമെന്നും പക്ഷെ അവരിൽ ഇസ്ലാം ഉണ്ടാകില്ല എന്നും ഇസ്ലാമുള്ളവർ കൂടുതൽ ക്രൂശിക്കപ്പെടുന്നവരായിരിക്കുമെന്നും ഞങ്ങളിതിൽ പെടില്ലേ എന്ന് മനസ്സിരുത്തി ചിന്തിക്കുക. വർഷങ്ങൾക്ക് മുമ്പ് മൂസാ നബി തന്റെ കുറച്ച് അനുയായികളെയും കൂടി യാത്ര തുടങ്ങി. അവരോട് പറഞ്ഞു, ഞാൻ 2 കടലുകൾ കൂടിച്ചേരുന്നിടത്തെത്തുകയോ അല്ലെങ്കിൽ സുദീർഘമായൊരു കാലഘട്ടം മുഴുവൻ നടന്നു കഴിയുകയോ ചെയ്യുന്നതുവരെ ഞാൻ ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ അവ കടലുകൾ 2ഉം കൂടിച്ചേരുന്നിടത്തെത്തിച്ചെന്നു. അവിടെയുള്ളൊരു പണ്ഡിതന്റെ അടുത്ത് അറിവ് പഠിക്കുവാൻ വേണ്ടിയായിരുന്നു ആ യാത്ര. അദ്ദേഹത്തിന് അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം നൽകുകയും അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള ജ്ഞാനം അല്ലാഹു അദ്ദേഹത്തെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മൂസാ നബി അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾക്ക് പഠിപ്പിക്കപ്പെട്ട സന്മാർഗ്ഗജ്ഞാനത്തിൽ നിന്ന് എനിക്ക് താങ്കൾ പഠിപ്പിച്ചു തരുന്നതിനായി ഞാൻ താങ്കളെ അനുഗമിക്കട്ടെ? പണ്ഡിതൻ പറഞ്ഞു, തീർച്ചയായും താങ്കൾക്ക് എന്റെ കൂടെ ക്ഷമിച്ചു കഴിയാൻ സാധിക്കുകയില്ല. താങ്കൾ സൂക്ഷ്മമായി അറിഞ്ഞിട്ടില്ലാത്ത ഒരു വിഷയത്തിൽ താങ്കൾക്കെങ്ങനെ ക്ഷമിക്കാനാകും? മൂസാ നബി പറഞ്ഞു, അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ക്ഷമയുള്ളവനായി താങ്കൾ എന്നെ കണ്ടെത്തുന്നതാണ്. ഞാൻ താങ്കളുടെ ഒരു കൽപ്പനയ്ക്കും എതിർ പ്രവർത്തിക്കുന്നതല്ല. പണ്ഡിതൻ പറഞ്ഞു, എന്നാൽ താങ്കൾ എന്നെ അനുഗമിക്കുന്ന പക്ഷം യാതൊരു കാര്യത്തെപ്പറ്റിയും താങ്കൾ എന്നോട് ചോദിക്കരുത്. അതിനെപ്പറ്റിയുള്ള വിവരം ഞാൻ തന്നെ താങ്കൾക്ക് പറഞ്ഞു തരുന്നതുവരെ. തുടർന്നവർ 2 പേരും കപ്പലിൽ കയറി. കുറച്ചു സമയം കഴിഞ്ഞു പണ്ഡിതൻ കപ്പലിൽ ഓട്ടയാക്കി കളഞ്ഞു. മൂസാ നബി പറഞ്ഞു, അതിലുള്ളവരെ മുക്കിക്കളയുവാൻ വേണ്ടി താങ്കളത് ഓട്ടയാക്കിയിരിക്കുകയാണോ? തീർച്ചയായും ഗുരുതരമായൊരു കാര്യം തന്നെയാണ് താങ്കൾ ചെയ്തത്. പണ്ഡിതൻ പറഞ്ഞു, തീർച്ചയായും താങ്കൾക്ക് എന്റെ കൂടെ ക്ഷമിച്ചു കഴിയാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? മൂസാ നബി പറഞ്ഞു, ഞാൻ മറന്നുപോയതിന് താങ്കൾ എന്റെ പേരിൽ നടപടിയെടുക്കരുത്. എന്റെ കാര്യത്തിൽ വിഷമകരമായ യാതൊന്നിനും താങ്കൾ എന്നെ നിർബന്ധിക്കുകയും ചെയ്യരുത്. അനന്തരം അവർ ഇരുവരും യാത്ര തുടർന്നു. അങ്ങനെ അവരൊരു ബാലനെ അവർ കണ്ടുമുട്ടിയപ്പോൾ പണ്ഡിതൻ അവനെ കൊന്നുകളഞ്ഞു. മൂസാ നബി പറഞ്ഞു, നിർദോഷിയായ ഒരാളെ മറ്റൊരാൾക്ക് പകരമായിട്ടല്ലാതെ താങ്കൾ കൊന്നുവോ? തീർച്ചയായും നിഷിദ്ധമായ ഒരു കാര്യം തന്നെയാണ് താങ്കൾ ചെയ്തിട്ടുള്ളത്. പണ്ഡിതൻ പറഞ്ഞു, തീർച്ചയായും താങ്കൾക്ക് എന്റെ കൂടെ ക്ഷമിച്ചു കഴിയാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? മൂസാ നബി പറഞ്ഞു, ഇതിനുശേഷം വല്ലതിനെപ്പറ്റിയും ഞാൻ താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ പിന്നെ താങ്കൾ എന്നെ സഹവാസിയാക്കേണ്ടതില്ല. എന്നിൽ നിന്ന് താങ്കൾക്ക് ന്യായമായ കാരണം കിട്ടിക്കഴിഞ്ഞു. അനന്തരം അവർ ഇരുവരും യാത്ര തുടർന്നു. അങ്ങനെ അവർ ഇരുവരും ഒരു രാജ്യക്കാരുടെ അടുക്കൽ ചെന്നപ്പോൾ ആ രാജ്യക്കാരോടവർ ഭക്ഷണം ആവശ്യപ്പെട്ടു. അപ്പോൾ അവരുടെ പൊളിഞ്ഞു വീഴാൻ ഒരുങ്ങുന്നൊരു മതിൽ അവർ അവിടെ കണ്ടെത്തി. ഉടനെ പണ്ഡിതനത് നേരെയാക്കി. മൂസാ നബി പറഞ്ഞു, താങ്കൾ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിന്റെ പേരിൽ താങ്കൾക്ക് വല്ല പ്രതിഫലവും വാങ്ങാമായിരുന്നു. പണ്ഡിതൻ പറഞ്ഞു, ഇത് ഞാനും താങ്കളും തമ്മിലുള്ള വേർപാടാകുന്നു. ഏതൊരു കാര്യത്തിന്റെ പേരിൽ താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയാതിരുന്നുവോ അതിന്റെ പൊരുൾ ഞാൻ താങ്കൾക്ക് പറഞ്ഞുതരാം. പണ്ഡിതൻ പറഞ്ഞു തുടങ്ങി, എന്നാൽ ആ കപ്പൽ കടലിൽ ജോലി ചെയ്യുന്ന ഏതാനും ദരിദ്രന്മാരുടേതായിരുന്നു. അതിനാലാണ് ഞാനത് കേടുവരുത്തിയത്. കാരണം അവരുടെ പിറകെ എല്ലാ നല്ല കപ്പലും ബലാത്കാരമായി പിടിച്ചെടുക്കുന്ന ഒരു രാജാവുണ്ടായിരുന്നു. അതിനാലാണ് അതിലാ കപ്പലിൽ ഓട്ടയുണ്ടാക്കിയത്. എന്നാൽ ആ ബാലനാകട്ടെ അവന്റെ മാതാപിതാക്കൾ സത്യവിശ്വാസികളായിരുന്നു. എന്നാൽ അവൻ അവരുടെ മാതാപിതാക്കളെ അതിക്രമത്തിനും അവിശ്വാസത്തിനും നിർബന്ധിതരാക്കി തീർക്കുമെന്ന് ഞങ്ങൾ ഭയന്നു. അതിനാൽ അവർക്ക് അവരുടെ രക്ഷിതാവ് അവനേക്കാൾ സ്വഭാവശുദ്ധിയിൽ മെച്ചപ്പെട്ടവനും കാരുണ്യത്താൽ കൂടുതൽ അടുപ്പമുള്ളവനുമായ ഒരു സന്താനത്തെ പകരം നൽകണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതിനാലാണ് ഞാനത് ചെയ്തത്. ആ മതിലാണെങ്കിലോ അതാ പട്ടണത്തിലെ അനാഥരായ 2 ബാലന്മാരുടേതായിരുന്നു. അതിന് ചുവട്ടിൽ അവർക്കായുള്ളൊരു നിധിയുണ്ടായിരുന്നു. അവരുടെ പിതാവ് ഒരു നല്ല മനുഷ്യനായിരുന്നു.
അതിനാൽ അവരിരുവരും യൗവനം പ്രാപിക്കുകയും എന്നിട്ട് അവരുടെ നിധി പുറത്തെടുക്കുകയും ചെയ്യണമെന്ന് താങ്കളുടെ രക്ഷിതാവ് ഉദ്ദേശിച്ചു. താങ്കളുടെ രക്ഷിതാവിന്റെ കാരുണ്യമെന്ന നിലയിലത്രേ അത്. അതൊന്നും എന്റെ അഭിപ്രായപ്രകാരം ഞാൻ ചെയ്തതല്ല. താങ്കൾക്ക് ഏത് കാര്യത്തിൽ ക്ഷമിക്കാൻ കഴിയാതിരുന്നുവോ അതിന്റെ പൊരുളാകുന്നു അത്. അങ്ങനെ അവർ പിരിഞ്ഞുപോയി. കാലങ്ങൾ കടന്നുപോയിരിക്കുന്നു. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി എന്ന സ്ഥലത്ത് ഉസ്മാൻ എന്നയാൾ ഒരു സോഡാ കമ്പനി മുതലാളിയാണ്. അദ്ദേഹം ഒരച്ഛനില്ലാതെ വളർന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ വളർത്തിയത് അദ്ദേഹത്തിന്റെ അമ്മയും കാരണവരും ബാപ്പയുടെ കുടുംബവുമാണ്. അദ്ദേഹത്തിന് 2 ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ജ്യേഷ്ഠൻ പോലീസിന്റെ മർദ്ദനത്തിനിരയായി കിടപ്പിലായി വർഷങ്ങളോളം അതിനുശേഷം മരണത്തിന് കീഴടങ്ങിയത്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ കിടപ്പിലാകുവാൻ കാരണം അദ്ദേഹം ഒരു ചുമട്ടുതൊഴിലാളിയെ സഹായിക്കാൻ വേണ്ടി ഉന്തവണ്ടി തള്ളിക്കൊടുത്തതാണ്. അപ്പോൾ പോലീസെത്തി. ചുമട്ടുതൊഴിലാളി ഓടിക്കളഞ്ഞു. അയാളെ കിട്ടിയില്ല. ഇയാളെ അറസ്റ്റ് ചെയ്തു മർദ്ദിച്ചങ്ങനെ അയാൾ കിടപ്പിലായത്. കാരണം അരി പൂത്തിവെക്കാൻ കൊണ്ടുപോവുകയാണെന്ന് ധരിച്ചാണ് അറസ്റ്റ് ചെയ്തത് എന്നാണ് അറിയാൻ സാധിച്ചത്. കുറച്ചു കാലം കഴിഞ്ഞുപോയി. ഉസ്മാൻ എന്നവർ വളർന്ന് വലുതായി ഒരു സോഡാ കമ്പനിയുടെ മുതലാളിയായി മാറി. ഇരിക്കൂർ എന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ജീവിക്കുകയായിരുന്നു. അങ്ങനെയിരിക്കെ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിച്ചു ഇരിക്കൂറിൽ വെച്ച്. ഇത് 8ാമത്തെ കുട്ടിയായിരുന്നു. 1992 ജനുവരി 2 വ്യാഴാഴ്ച രാത്രിയിൽ ഒരാൺകുട്ടിയായിരുന്നു. അവന് അവർ ഹഫ്സീർ ദജ്ജാൽ എന്നു പേര് വിളിച്ചു. ഹഫ്സീർ ദജ്ജാൽ എന്ന പേരിനർത്ഥം മുന്നിൽ നിൽക്കുന്ന ആളിന്റെ മനസ്സിൽ എന്താണ് വിചാരിക്കുന്നത്, എന്താണ് ചിന്തിക്കുന്നത്, അത് മനസ്സിലാകുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. സൗദി അറേബ്യയിലെ രാജ്യത്തിലെ സൗദി രാജകുടുംബത്തെ മൊത്തം വിഡ്ഢികളാക്കിയ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഒരു ഉസ്മാൻ എന്നവരും അവരുടെ കുടുംബവും ഇരിക്കൂർ എന്ന പ്രദേശത്തെ ചില നാട്ടുകാരും കൂടി വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സത്യം പറഞ്ഞുതരടയോ. മുഹമ്മദ് എന്നു പേരുള്ള കിങ് അബ്ദുള്ളയുടെ മകനെ ഉസ്മാൻ എന്നവരും ചിലരും കൂടി തട്ടിക്കൊണ്ടുപോയി സൗദിയിൽ നിന്ന് കേരളത്തിലേക്ക്. എങ്ങനെയെന്ന് നോക്കാം. ഒരു ഗ്ലാസ് പാലൊഴിച്ച കാരറ്റ് ജ്യൂസിൽ പൊടി കലക്കി ഒന്ന് മന്ത്രിച്ച് ഊതി ആ കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു. അത് കുടിച്ച കുട്ടിക്ക് അപ്പോഴാണ് ഉറക്കം വന്നത്. കുട്ടി ഉറങ്ങി. ഉസ്മാൻ അദ്ദേഹത്തിന്റെ മകനായ ഹഫ്സീറിനെ ദജ്ജാൽ മുഹമ്മദ് ബിൻ അബ്ദുള്ള സൗദിയുടെ ശരീരത്തിൽ കയറ്റി. പുറത്തു കാണുമ്പോൾ ഉസ്മാന്റെ മകനായ ഹഫ്സീറിനെ ദജ്ജാലിനെ മാത്രമാണ് കാണുക. വിസയും ടിക്കറ്റുമില്ലാതെ ആരുമറിയാതെ അവർ അവനെ തട്ടിക്കൊണ്ടുപോയി. കുട്ടി എണീറ്റപ്പോൾ ഉള്ളത് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ എന്ന സ്ഥലത്താണ്. ഇപ്പോഴും ചിലർ മെന്റലിസ്റ്റ് പോലെ എല്ലാവരും അങ്ങനെയാണ് എന്നല്ല പറയുന്നത്. ഇതുപോലെ ഒരു വിസയിൽ കുറേ പേരെ നാടുകടത്താറുണ്ട്. കാരണം നോക്കുമ്പോൾ വിസയ്ക്ക് ചിലവ് കൂടുതലാണ്, അതുകൊണ്ടിങ്ങനെ ചെയ്യുന്നു. ഇത് വേറെ രീതിയിലും ചിലർ ഉപയോഗിക്കുന്നു. രോഗിയല്ലാത്ത പണക്കാരായുള്ള ആൾക്കാരെ രോഗിയാക്കി മാറ്റാനും ഇല്ലാത്ത രോഗം ഉണ്ടെന്ന് വരുത്താനും ഉള്ള രോഗത്തെ ഇല്ല എന്ന് വരുത്താനും മന്ത്രവാദം അതുപോലുള്ള കുതന്ത്രം ചെയ്യുന്നവരും ഇതുപയോഗിക്കുന്നു. പെട്ടെന്ന് വന്നിട്ടു പോകുന്ന തലവേദന, വയറിളക്കം, പെട്ടെന്നുണ്ടാകുന്ന പനി, ഇതിവർ നമ്മുടെ ശരീരത്തിൽ കയറിയാൻ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് മന്ത്രവാദം വഴി ഗർഭം ധരിക്കുന്നതും പണക്കാർ വെറുതെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്യുമ്പോൾ രോഗലക്ഷണമുണ്ടെന്ന് പറയുന്നതും അവിടെയുള്ളവനെ നിങ്ങളെ അറിയാവുന്നതുപോലെ പെരുമാറുന്നതും ഇവരുടെ കുതന്ത്രമാണ്. ഈ ടെക്നിക് സ്വർണം കടത്താനും വേറെ പലതിനും ഉപയോഗിക്കുന്നവരുണ്ട്. എല്ലാവരും ഇത് തെറ്റായി ഉപയോഗിക്കുന്നു എന്നല്ല പറയുന്നത്. ഹഫ്സീർ ദജ്ജാൽ എന്നവൻ ഇപ്പോൾ ജീവിക്കുന്നത് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ കോളപ്പ എന്ന സ്ഥലത്ത് സലാമിന്റെ മകൻ മുഹമ്മദ് റംഷാദ് ദജ്ജാൽ എന്ന പേരിലാണ്. അവൻ പല കേസിലും പ്രതിയാണ്. പക്ഷെ അവനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവന് മുഹമ്മദിന്റെ രൂപത്തിലും ആരുടെ രൂപത്തിലും മാറുവാൻ സാധിക്കും. ഇത് കാരണം മുഹമ്മദാണ് ഇതിന് കാരണം എന്ന് ചില നാട്ടുകാരും പോലീസുകാരും വിചാരിക്കുന്നത്. അവൻ മുഹമ്മദ് അഫ്സീർ എന്ന പേരിൽ കുറെ കല്യാണവും കഴിച്ചു. ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെയും ഇരിക്കൂർ മഹൽ കമ്മിറ്റിക്കും ഇതറിയാവുന്നതുമാണ്. പക്ഷേ അവനെതിരെ ആരും തന്നെ സാക്ഷി പറയില്ല. ഉളിക്കലിലുള്ള ഒരു പോലീസുകാരന്റെയും ഭാര്യയെയും അവൻ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. അയാൾക്കുപോലും ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല. അങ്ങനെ പല ആൾക്കാരെയും കാണാനില്ല. ആർക്കും ഒന്നും ചെയ്യാനില്ല. ആകെ ചെയ്യാൻ പറ്റുക മുഹമ്മദിന് മാത്രമാണ്. മുഹമ്മദിനെ അവൻ ആരാണെന്ന് പറഞ്ഞു മനസ്സിലാക്കി അവനെ സൗദിയിലെത്തിക്കാൻ പറ്റിയാൽ അവനെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും.
അവന് അവകാശമുള്ളത് സലാമിന്റെ മകൻ മുഹമ്മദ് റംഷാദ് ദജ്ജാൽ എല്ലാം അടിച്ചുമാറ്റുന്നു എന്ന് അവനെയും സൗദി രാജകുടുംബത്തെയും പറഞ്ഞു മനസ്സിലാക്കുക എന്നത് വലിയ പാടുള്ള കാര്യമാണ്. എല്ലാത്തിനും തെളിവെന്താണുള്ളത് എന്ന് ചോദിക്കും. ഇത് കണ്ടിട്ട് ആരെങ്കിലും അവനെ സൗദിയിലെത്തിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇസ്ലാം മതം വെറുതെ ഒരുത്തനെ നോക്കുവാൻ പോലും പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ്. ഇത് മോഷണമാണ്. ഇതിനെതിരെ പ്രവർത്തിക്കുന്നതിന് ഇത് ഷെയർ ചെയ്ത് അവനിലേക്കിതെത്തും എന്ന് പ്രതീക്ഷയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് വീഡിയോ ഈസ് ഫോർ ഓൾ ഇസ്ലാമിക് പീപ്പിൾ അറൌണ്ട് ദ വേൾഡ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. കണ്ടിന്യൂ.